നമ്മൾ ഇത് സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്ത് ആകെ ഒരു 3 കാൻഡിഡേറ്റാണ് ഫസ്റ്റ് മന്ത് വെച്ചത്. അപ്പോൾ ഒരു വലിയ ഓർഗനൈസേഷനായിട്ട് വളരുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് രജിസ്ട്രേഷൻ വരുമെന്നുള്ളതൊന്നും ഇല്ല. ഓക്കെ, നമ്മുടെ സാലറി കൂടുതൽ നമുക്കൊരു ഇൻകം വരുന്നു. ഓക്കെ, പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ കംഫർട്ട് ഇതൊക്കെയായിരുന്നു. ആദ്യത്തെ 3 കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് മന്ത് ആയി കഴിഞ്ഞപ്പോൾ അത് 6 കാൻഡിഡേറ്റായി, പിന്നെ 8 10 15. ഇപ്പോൾ ദേവിക സ്വന്തമായിട്ട് തുടങ്ങി കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ പിന്നെ ബ്രദറിൻ്റെ വൈഫും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്യുമെൻറ്റേഷന് വേണ്ടി. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ തുടക്കത്തിൽ ഇത് വീട്ടിലിരുന്നല്ലേ ചെയ്യണേ? അതെ. അപ്പോൾ ഒരു സ്ഥാപനമാക്കണമെങ്കിൽ ഓഫീസൊക്കെ വേണ്ടേ? അതെ. അപ്പോൾ ഈ യൂട്യൂബ് വഴി ദേവിക പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ പ്രോസസ്സ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ധൈര്യപൂർവ്വം ദേവികയുടെ അടുത്ത് കൊടുത്തത്. അപ്പോൾ അതല്ലാതെയും കുറച്ച് ദേവികനെ അറിയാത്ത യൂട്യൂബിൽ കണ്ട് മാത്രം പരിചയമുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫീസ് ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ തന്നെയും ടോട്ടൽ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് നേരിട്ട് വന്നൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഫീസ് സ്പേസ് ഇല്ല. വീട്ടിലോട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാൻഡിഡേറ്റിനോട്. അപ്പോൾ നമുക്കൊരു ഓഫീസ് സ്പേസ് വേണം. അങ്ങനെ ഞങ്ങൾ അരൂർ തന്നെ ഒരു ഓഫീസ് സ്പേസ് എടുത്തു. ഓഫീസ് സ്പേസ് എടുത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫും കൂടി അവിടെ ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റൻസിന് വേണ്ടി ജോയിൻ ചെയ്തു. നമ്മൾ MLA കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ട് നമ്മളവിടെ ടെസ്മ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഓഫീസായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഉണ്ട്, ബ്രദറിൻ്റെ വൈഫും ഉണ്ട്. അതെ. പിന്നീട് ദേവിക തന്നെ പറയട്ടെ, അത് വളർന്ന് എത്ര പേരായി എന്ന്? നമുക്കിപ്പോൾ ടോട്ടൽ ഒരു 18 സ്റ്റാഫാണ്. എക്സലന്റ്. താങ്കൾ ജോലി ചെയ്യുന്ന ഒരാളിന്ന് 18 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു.